അപ്പോൾ ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ടാസ്ക് എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫോളോവർ വേണം. പിന്നെ അതുപോലെ തന്നെ ഇത്ര വീഡിയോ റീച്ച്, എന്താ അവർ പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് വേണം, പിന്നെ ഇത്ര വാച്ച് ടൈം വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 5 ഫോളോവർ എന്നൊക്കെ പറഞ്ഞാൽ കാറെടുത്തും പോയിട്ട് എന്താ പറയുക അറിയാവുന്നവരൊക്കെ പിടിച്ച് ഫോളോ ആക്കാം. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഫോളോവേഴ്സ് അവർ പറയുന്ന ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചോ, പക്ഷെ അത് ആളുകളിലേക്ക് എത്തണം. അതിന് നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറയും. എൻഗേജ്ഡ് ആകണം. നമ്മൾ ആളുകൾ എൻഗേജ്ഡ് ആയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യം എൻ്റെ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ശരിക്കും അതിൻ്റെ ഹൈക്ക് കാണിക്കുന്നത് വളരെ ലോ ആയിട്ടാണ് കാണിച്ചത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ജൂണ് 24 ഞാനത് ഫേസ്ബുക്ക് ൻ്റെ ആ ഒരു പ്രൊഫഷണൽ മോഡ് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പോൾ അടുത്ത ജൂലൈ 24, ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു മാസം കൊണ്ട് ആകുമോയെന്ന് ചോദിച്ചാൽ തരത്തില്ല. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം അവർ വിലയിരുത്തിയിട്ടാണ് നമുക്കൊരു മോണിറ്റൈസേഷൻ വരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ ആ വീഡിയോ അനുസരിച്ചിട്ട് ഇടുന്ന വീഡിയോ അനുസരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഓരോരോ എന്താ പറയുക ബോണസ് പോലത്തെ സാധനങ്ങൾ, സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടും. അതൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ കിട്ടാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, കണ്ടന്റ് മോണിറ്റൈസേഷൻ. അത് നമുക്ക് എപ്പോഴും എത്ര അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് അവർ പറയുന്ന ക്രൈറ്റീരിയ, അതിൽ പർട്ടിക്കുലർ ആയിട്ടൊരു ക്രൈറ്റീരിയ അവർ പറയുന്നില്ല ഫസ്റ്റ്. അപ്പോൾ ആ ഒരു ഫേസ്ബുക്കിൻ്റെ അതിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കിട്ടുമെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ റെഫറൻസ് ഇപ്പം തന്നെ കിട്ടും. 2-3 വീഡിയോസ് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. പക്ഷെ അവർ അതിനകത്ത് പ്രത്യേകിച്ച് എന്താണ് അവരുടെ ക്രൈറ്റീരിയ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ